നമ്മുടെ വീട്ടുമുറ്റത്ത് സാധാരണയായി കാണുന്ന കോഴികളെ നാം പ്രധാനമായും വളർത്തുന്നത് മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടിയൊക്കെയാണല്ലോ. എന്നാൽ ചിലയിടങ്ങളിൽ മനുഷ്യന്റെ ആഹാര ആവശ്യങ്ങൾക്കല്ലാതെ കോഴികളെ വളർത്താറുണ്ട്. അതാണ് പോരുകോഴികൾ. കേരളത്തിൽ കോഴിപ്പോര് നിയമവിരുദ്ധമാണെങ്കിലും ഈ കോഴികളെ വളർത്തുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലരും കൗതുകത്തിനും അതോടൊപ്പം ഒരു വരുമാന മാർഗമെന്ന നിലയിലും പോരുകോഴികളെ വളർത്തുന്നുണ്ട്. സാധാരണ നാടൻ കോഴികളെക്കാൾ വലുപ്പമുള്ളവയാണ് പോരുകോഴികൾ. സേലം, ഓർക്കാടി, തത്തക്കൊക്ക്, മയിൽവാലൻ തുടങ്ങിയ ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. വലുപ്പം, നിറം, വാൽ തുടങ്ങിയവയെ ആശ്രയിച്ചാണ് ഇവയുടെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഒരു കോഴിക്ക് 2000 മുതൽ 5000 രൂപ വരെ വില വരാം. ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് പോലും 500 മുതൽ 1000 രൂപ വരെ വിലയുണ്ട്. പോരുകോഴികളുടെ പരിപാലന രീതി വളരെയധികം വ്യത്യസ്തമാണ്. വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ കൊത്തിപ്പെറുക്കി നടന്നു വളരുന്ന നാടൻ കോഴികളെ പോലെ അല്ല ഈ കൂട്ടർ. പോരുകോഴികൾക്ക് പ്രത്യേക ഭക്ഷണക്രമം തന്നെയുണ്ട്. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ ധാന്യങ്ങൾക്ക് പുറമെ അണ്ടിപ്പരിപ്പ്, ബദാം, മുട്ട എന്നിവയും ഇവർക്ക് ഭക്ഷണമായി നൽകുകയാണ്. ഒരു കോഴിക്കൂട്ടിൽ ഒരുമിച്ചല്ല ഇവയെ വളർത്തുന്നത്. ഓരോ കോഴിക്കും പ്രത്യേക കൂടുണ്ടാകും. തമ്മി കണ്ട വഴക്കിടുന്നതുകൊണ്ട് തന്നെ ഒന്നിനെ പുറത്തു വിടുമ്പോൾ മറ്റുള്ളവയെ കൂട്ടിലേക്കിടും. വേനൽക്കാലത്ത് ചൂട് കുറയ്ക്കാൻ ഈ കോഴികളെ വെള്ളത്തിൽ നീന്താൻ വിടാറുമുണ്ട്. മഞ്ഞളൻ, കറുവെള്ള എന്നിങ്ങനെ നിറങ്ങളെ അടിസ്ഥാനമാക്കിയും ഇവയ്ക്ക് ഓരോ പേരുകളും ഉണ്ട്. നല്ല വലിപ്പവും നിറവുമുള്ള കോഴികൾക്ക് ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് പോരുകോഴികളെ വളർത്തുന്നവർക്ക് മികച്ച വരുമാനം നേടിയെടുക്കാനാവും. ഞാൻ ഈ പറഞ്ഞ പോരുകോഴികളുടെ ലോകം ഒരു കൗതുകം മാത്രമല്ല, നന്നായി പരിപാലിച്ചാൽ നല്ലൊരു വരുമാനം നേടാൻ കഴിയുന്ന ഒരു വഴികാട്ടി കൂടിയാണ്. ഇനിയിപ്പോ വീട്ടമ്മമാർക്ക് ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കാം.